ഈ വരണ്ട കാലാവസ്ഥയിൽ നമ്മുടെ സ്കിന്ന് ചുക്കി ചുളിഞ്ഞു പോകാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ബോഡി ലോഷൻസ് യൂസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മുടെ ആമസോണിൽ അടിപൊളി ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാരഷൂട്ടിൻ്റെ വലിയ ഈ ഒരു ബോഡി ലോഷൻ്റെ ബോട്ടിലുണ്ടല്ലോ, 400 ml ആണ്. ഇതിൻ്റെ റേറ്റ് ശരിക്കും വരുന്നത് 335 രൂപയാണ്. പക്ഷേ ഇപ്പം 127 രൂപയ്ക്ക് നമുക്കിത് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ വാസ്ലിൻ്റെ ആണെങ്കിൽ അതിൻ്റെ റേറ്റ് വരുന്നത് 399 രൂപയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് 245 അങ്ങനെ എന്തോണം കേട്ടോ. അപ്പോൾ അടിപൊളി ഓഫേഴ്സാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ സ്കിൻ എന്താവും, ഒരുമാതിരി വരണ്ട കാലാവസ്ഥയില്ല, അതേപോലെ തന്നെ വരണ്ട കാറ്റൊക്കെയാണ് പുറത്തിറങ്ങുന്ന സമയത്ത്. അപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷനൊക്കെ നഷ്ടപ്പെട്ട് ജലാംശമൊക്കെ വലിഞ്ഞു പോയിട്ട് സ്കിൻ എന്ത് ചെയ്യും, ചുളുങ്ങാൻ തുടങ്ങും. മെയിനായിട്ട് നമുക്ക് ഈ ഒരു കയ്യിൽ അതേപോലെ തന്നെ കാലിലൊക്കെയാണ് ഈ ഒരു ചുളിവും കാര്യങ്ങളും ഫീൽ ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, കൈയിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുളുങ്ങാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഏട്ടനോട് നോക്കേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൂ എൻ്റെ കൈക്ക് നോക്കി ചുളുങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, പ്രായം കൂടല്ലേ ഇപ്പം ചുളുങ്ങാണ്ടിരിക്കും. ഇപ്പം എനിക്ക് എന്തായാലും ആ ഒരു പ്രായം കൂടുന്നതിൻ്റെ ചുളിവല്ല, ഈ ഒരു ക്ലൈമറ്റിന് ഇഷ്യൂ ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു വയനാട്ടിൽ കുറച്ചും കൂടെ ഒരു വരണ്ട കാറ്റ് നന്നായിട്ട് അറിയുന്നുണ്ട്. സാധാരണ കടപ്പുറത്തൊക്കെ അല്ലേ വരണ്ട കാറ്റ്, എന്തായാലും നമുക്ക് ഇവിടെ നല്ല വരണ്ട കാറ്റ് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ മുക്കത്ത് നിൽക്കുന്ന സമയത്ത്, കുറ്റിപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ഡിഫറൻസ് ശ്രദ്ധിക്കാറുണ്ട്. അവിടെ പോകുമ്പോൾ എനിക്ക് ഇത്ര വലിച്ചില്ല. ഇനിയിപ്പം വീടടച്ചുള്ളിരിക്കുന്നതുകൊണ്ടാണ്, എന്നാലും എനിക്ക് ഇത്ര ഇഷ്യൂ തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഇങ്ങനെ ഒരു കാറ്റ് വീശി കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സ്കിൻ നന്നായിട്ട് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഏത് നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും മുടി അടങ്ങിയിരിക്കും, ഏത് നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്കിത് എന്തായാലും എല്ലാ നാട്ടിലും ഇപ്പോൾ ഈ ഒരു വരണ്ട കാറ്റും അതേപോലെ തന്നെ ചൂടും ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കണ്ടോ, ഒരു 6-7 എണ്ണം ഒക്കെ നമ്മുടെ ഒരു ബോഡി ലോഷൻസ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ പുതുതായിട്ട് മേടിച്ചിട്ടുള്ളതും SPF ഉള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വരണ്ട ക്ലൈമറ്റിൻ്റെ കൂടെ പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല വെയിലുണ്ട്, അപ്പോൾ ടാൻ അടിക്കുമല്ലോ. അപ്പോൾ സൺ ടാൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും 2 ഉപയോഗങ്ങൾ, അതായത് സൺ ടാനും നമുക്ക് ഏക്കില്ല, അതേപോലെ തന്നെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും മോയ്സ്ചറൈസ്ഡ് ആയിരിക്കാനുള്ള അങ്ങനത്തെ ബോഡി ലോഷൻസ് ഒക്കെ നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നല്ല കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഞാൻ പറഞ്ഞത്, പുറത്ത് പോകുന്ന സമയത്ത് ഏറ്റവും കുറവ് നമ്മൾ ഒരു ബോഡി ലോഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലായിട്ടും കാലിലായിട്ടൊക്കെ അപ്ലൈ ചെയ്യുക. ഫേസിൽ നല്ലൊരു മോയ്സ്ചറൈസറും നല്ലൊരു സൺസ്ക്രീനും മസ്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ബോഡി ലോഷനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ബോഡി ലോഷൻ കാണാം. ഇത് വിഷ് കെയറിൻ്റെ ആണ്. വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ബ്രോഡ് സ്പെക്ട്രം UVA UVB പ്രൊട്ടക്ഷൻ്റെ, ഇത് നയാസിനമൈഡ്, സെറാമൈഡ്സ്, ക്യാരറ്റ് സീഡ് ആൻഡ് റസ്ബെറി വരുന്നുണ്ട്. അതേപോലെ SPF 50 വരുന്നുണ്ട്. നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഇന്ത്യൻ ക്ലൈമറ്റിലൊക്കെ ആണെങ്കിലും. അതേപോലെ തന്നെ PA+++, അതൊക്കെ നമുക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയാം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് 200 ml ഈ ഒരു ബോട്ടിലിൻ്റെ റേറ്റ് ഇപ്പം കാണിക്കുന്നത് 499 ആണ്. പക്ഷെ ഓഫറിൽ ഇപ്പം നമുക്കിത് 393 രൂപയ്ക്ക് കിട്ടും. അതായത് ആമസോണിൽ ഇപ്പം ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ ലൈവ് ആണ്. 19-ാം തീയതി വരെ ഈ ഒരു സെയിൽ ഉണ്ട്. അപ്പം നമുക്ക് 4 lakhs+ ടൈപ്സ് ഡീൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ സെയിം ഡേ ഡെലിവറിയും 1500+ ബ്രാൻഡിൽ നമുക്ക് 50 മുതൽ 80% വരെ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം വന്നിട്ട് നമുക്കിതിൻ്റെ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് വരുന്നത്, പമ്പ് സൈസിലാണ്. ഇനി എടുക്കുന്ന സമയത്ത് കണ്ടോ, ഈസി അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷനും വേണം, അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആയിരിക്കണം എന്നൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കണ്ടോ, ഈസി ആയിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഒട്ടി പിടിച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു സംഭവം അപ്ലൈ ചെയ്ത് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇടുക, അബ്സോർബ് ആവും. അതേപോലെ തന്നെ നല്ല സ്മെല്ല്, ഒരു നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ കുത്തുന്ന സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഞാൻ ഒന്നും കൂടെ തേച്ച് വെച്ചിട്ട് സ്മെല്ല് നോക്കട്ടെ കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്മെല്ല് മാത്രമേ കിട്ടുന്നുള്ളൂ. സ്മെൽ വൈസ് ഓക്കെയാണ്, അതേപോലെ തന്നെ ടെക്സ്ചർ ആണെങ്കിലും ഓക്കെയാണ്. നമ്മുടെ സ്കിന്നിലേക്ക് ഈസി ആയിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. ഒട്ടി പിടിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പം മെയിനായിട്ട് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുന്നത്. അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, നിങ്ങളധികം കെമിക്കൽസ് ഒന്നുമില്ലാത്തൊരു ബ്രാൻഡൊക്കെയാണ് നോക്കണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം വെയിലും കൊണ്ടിട്ട് നമുക്ക് സൺ ടാനും അടിക്കാൻ പാടില്ല, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ്സും വരാൻ പാടില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പൊതുവെ ബോഡി ലോഷൻസ് മോർണിംഗിലും യൂസ് ചെയ്യും. അതായത് കുളി കഴിഞ്ഞിട്ട്, രാവിലെ കുളി കഴിഞ്ഞിട്ടും ബോഡി ലോഷൻ അപ്ലൈ ചെയ്യും. തോർത്തി വന്നിട്ട് ഉടനെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ കുറേ സ്കിന്നും ഡ്രൈ ആക്കാൻ വിടണ്ട. ജസ്റ്റ് ആ ഒരു ചുഞ്ഞു നനവുണ്ടാവുമല്ലോ, അതിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്താക്കി എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ നൈറ്റിൽ കിടക്കണതിന് മുന്നായിട്ട് ഞങ്ങൾ കുളിക്കാറുണ്ട്. അപ്പോൾ അപ്പോഴും എന്താ പറയുക ബോഡി ലോഷൻസ് അപ്ലൈ ചെയ്യാറുണ്ട്.
അപ്പം ഞാനത് യൂസ് ചെയ്യാറില്ല. കാരണം SPF വരുന്നത് കൊണ്ട് നമുക്ക് ഈ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ പകലത് ആവശ്യമുള്ളൂ. അപ്പം പകലാണ് ഈ ഒരു സൺസ്ക്രീൻ അല്ല, ഈ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷൻ മെയിൻ ആയിട്ടും യൂസ് ചെയ്യാറ്. അപ്പം നിങ്ങളാണെങ്കിലും ഈ ഒരു സംഭവം മേടിക്കുകയാണെങ്കിൽ നമ്മൾ മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഏതാ വെച്ചാൽ. അപ്പം മേടിക്കുമ്പോൾ പകലിലേക്കാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നല്ല ബോഡി ലോഷനാണ്. പിന്നെ അടുത്തത് വന്നിട്ട് എന്താ കാണിക്കുക, ഞാൻ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന കാലങ്ങൾ പഴക്കമായിട്ട്, ഇത് പുതിയ സാധനമാണ് ഉപയോഗിക്കുന്നതാണ്. ഞാൻ കുറേ മുൻപ് തന്നെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അപ്പോഴൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. ഇത് നമ്മുടെ വാസിന്റെ കൊക്കോ ഗ്ലോ എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ ഒരു ലോഷനാണ്. സെറം ഇൻ സെറം ഇൻ ലോഷൻ. ഇതിൽ സെറൊക്കെ വരുന്നതാണ്. കൊക്കോ ബട്ടർ ഒക്കെയാണ് ഇതിന്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ ദിവസം ഇതിന്റെ സ്മെല്ലാണ്. ഞാൻ ഇപ്പൊ ഒരാളുടെ റിവ്യൂ എടുത്ത് നോക്കിയ സമയത്ത് അതിന്റെ സ്മെല്ല് ഇഷ്ടമല്ലെന്നാണ് അവരെടുത്ത് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ഒരു സ്മെല്ല്, ഞാൻ ഈ ഒരു സ്മെല്ലും കൊണ്ട് മാത്രമാണ് മെയിനായിട്ടൊക്കെ പിടിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രാത്രിയൊക്കെ ആണെങ്കിലും ഇതെനിക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. നല്ല രസമുള്ള സ്മെല്ലാണത്. ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ബോട്ടിൽ MRP കാണിക്കുന്നത് 475 രൂപയാണ്. പക്ഷെ നമുക്കിത് ആമസോണിലിപ്പം 249 രൂപയ്ക്ക് കിട്ടും. എനിക്കൊരു 3-4 ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ബോട്ടിൽ. എനിക്ക് ഡൗട്ടാണ് സ്മെല്ലിന്റെ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഇവരുടെ ചെറിയ ബോട്ടിൽ കിട്ടും, ഇത്ര മോനെ. അപ്പൊ അങ്ങനത്തെ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കും. അപ്പൊ നമുക്ക് ഇത്രയും വലിയ ബോട്ടിൽ മേടിച്ചിട്ട് ഇതാവല്ലോ. പക്ഷെ എനിക്ക് ഇതിന്റെ സ്മെല്ല് എന്താന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഞാൻ എടുത്ത് കാണിച്ചുതരാം. അത് ഓക്കെ, ഇങ്ങനെ തിരിഞ്ഞാൽ ഇതാ ചെറിയൊരു പ്യോർ വൈറ്റ് കളർ അല്ല, ഒരു ചെറിയൊരു ക്രീമിയാണ്. കണ്ടോ, ഭയങ്കര ഒലിച്ച് വരുന്നുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ, ചാടി വരുന്ന അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. കുറച്ചൊരു സിമ്പിളായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക്. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതേപോലെ അപ്ലൈ ചെയ്താൽ ഇതാ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. ഇപ്പോൾ നമ്മൾ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഗ്രീസി ഒട്ടിപ്പിടിക്കുന്ന അങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു സംഭവം തോന്നില്ല. നല്ല സംഭവം. കുറച്ചധികം നേരം നല്ല ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പം ഇതിന്റെ സ്മെല്ല് ഇപ്പോൾ എനിക്ക് അറിയുന്നില്ല എത്രയാണോ. ഇതിന്റെ സ്മെല്ല് ഏകദേശം പോയിട്ടോ, ആ ഇടുമ്പോഴൊരു സ്മെല്ലേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ സ്മെല്ല് കുറച്ച് നേരം ഉണ്ടാവും. ഞാൻ കാരണം ഒരുപാട് കാലം മുന്നേ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതുകൊണ്ട് പറയുന്നത് നമുക്ക് ഇതിന്റെ സ്മെല്ല് കുറേ നേരം നിൽക്കോട്ടെ. അപ്പൊ നിങ്ങൾ നല്ലൊരു സ്മെല്ലൊക്കെ ഇഷ്ടപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാസ്റ്റിന്റെ മേടിച്ചു നോക്കൂ കേട്ടോ. ഇപ്പൊ വേറെ ഓരോരുത്തർക്ക് ഓരോ ഫേവറേറ്റ് എന്തായിരിക്കില്ലേ. ഇപ്പോൾ ജാസ്മിൻ സ്മെല്ല് അല്ലെങ്കിൽ ഫ്രൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെർഫ്യൂമിലൊക്കെ ഉണ്ടാവില്ല. അതേപോലെ കുറേ വേരിയന്റ് വരുന്നുണ്ട്. അപ്പൊ അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് വലിയൊരു ബോട്ടിലാണ്. നമുക്ക് കുറേ കാലം തന്നെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കേട്ടോ. ഏട്ടൻ വന്നാലും മിക്കവാറും ഏട്ടനും ഈ ഒരു ബോഡി ലോഷനാണ് എടുത്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതാണ് ഞാൻ ഏട്ടൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്കൊന്നും ഏട്ടനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, എടുത്ത് ഇങ്ങനെ പൂഷ്ടമാണ്. അപ്പം അടുത്തത് അതാണ്. പിന്നെ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണിച്ചാട്ടെ. ഇത് നിച്ചൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ അവന് സ്കിന്നിലൊരു വൈറ്റ് കളർ ഉണ്ട്, അങ്ങനെ കാണിക്കാൻ വേണ്ടി എന്തായാലും അവന് ഡ്രൈ സ്കിൻ ഉണ്ടെന്ന് നോക്കി പറഞ്ഞ ഡോക്ടർ ഈ ഒരു എന്താ പറയാ ബോഡി ലോഷൻ കൂടെ വെക്കാൻ വേണ്ടിയത്. ഇത് ഹൈഡ്രില്ലന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. ഞാൻ അവന് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സെബാമെഡിന്റെ ബോഡി ലോഷനാണ് നിച്ചൂട്ടിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് എന്താ പറയുക, അത് കുറച്ചും കൂടെ കുഞ്ഞു കുട്ടികൾക്ക് ആവശ്യമുള്ളൂ. അതായത് ന്യൂ ബോൺ ബേബീസിനാണ് സെബാമെഡ് കുറച്ചും കൂടെ നല്ലത്. അതുകൊണ്ട് ഇനി ഇത് ഉപയോഗിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ഇത് ഡോക്ടർ തന്നെയാണ്. അപ്പോൾ നിങ്ങളും നല്ലതാട്ടോ. നിച്ചൂട്ടിന്റെ സ്കിൻ ആണെങ്കിലും സോഫ്റ്റ് ആവുന്നുണ്ട്. യൂസ് ചെയ്തിട്ടെങ്കിൽ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു അങ്ങനെ ഭയങ്കര സ്മെല്ലൊന്നുമില്ല, കുഞ്ഞു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുള്ളൂ. അത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഒന്നും എഴുതിയിട്ടൊന്നുമില്ല, ബേബീസിന് വേണ്ടിയിട്ടുള്ളതെന്ന് കാണിക്കണമില്ല. അപ്പം നമുക്കും വേണമെങ്കിൽ എന്താ പറയുക ജെന്റിലായിട്ട് യൂസ് ചെയ്യണമെന്നൊക്കെ ആണെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ ഇടയ്ക്കെടുത്ത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കോംപ്രഹെൻസീവ് സെറമൈഡ്സ് ഫോർമുല 1362 ഫോർ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡെർമറ്റോളജിക്കൽ ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്. 200 ml ആണ്. പക്ഷേ ഇതിന് റേറ്റ് വരുന്നുണ്ട് 675 രൂപയാണ് ഈ ഒരു ബോഡി ലോഷന്റെ റേറ്റ് വരുന്നത്. അപ്പം ഇതാണ് നമ്മൾ അടുത്തൊരു ബോഡി ലോഷൻ. പിന്നെ വരുന്നത് ഈ ഒരു പാരച്യൂട്ടിന്റെ ഒരു ബോഡി ലോഷനാണ്. നല്ലതാ. ഞാൻ എടുത്തൊക്കെ അത്യാവശ്യം എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ നേരത്ത് അതിനെപ്പറ്റി ഞാൻ എന്തായാലും കുറെ റിവ്യൂസ് നോക്കും. ഓരോരുത്തർ മേടിച്ചതും അതിൻ്റെ തന്നെ എന്താ പറയുക താഴെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് എടുക്കാറുള്ളൂ. അപ്പം എടുക്കുമ്പോൾ അങ്ങനെ ഇതുവരെ ഇങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ദുരന്തങ്ങളൊന്നും വല്ലപ്പോഴും കിട്ടാറുള്ളൂ. അങ്ങനെ കാര്യമായിട്ട് കിട്ടാറില്ല. നമുക്ക് പൊതുവെ ലിപ്സ്റ്റിക്കിലൊക്കെയാണ് വല്ലപ്പോഴൊക്കെ അബദ്ധം പറ്റാറ്. ഞാൻ ഡീറ്റെയിൽസിലോ പാരച്യൂട്ടാണോ ചിലർ പാരച്യൂട്ട് എന്നൊക്കെ വായിക്കാറുണ്ട്. അത് തന്നെയാണ്. എന്തായാലും ബോഡി ലോഷൻ ഡീപ്പ് നറിഷിങ് മോയ്സ്ചറൈസ് ആൻഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. 72 hours ഒക്കെ കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, കാരണം നമ്മൾ പിന്നെ കുളിക്കുമ്പോൾ പോകുമല്ലോ.
പിന്നെ പ്യുവർ കോക്കനട്ട് മിൽക്ക് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. പാരഷൂട്ടിന് ഈ ഒരു 375 മേലെ രൂപ വരുന്ന ഈ ഒരു ബോഡി ലോഷൻ്റെ റേറ്റ് 127 രൂപയാണ് ഇപ്പോൾ ആമസോണിൽ വരുന്നത്. ഇതിനിപ്പം സ്മെല്ല് പറയാം, എല്ലാം കൂടെ ആകുമ്പോഴേ മറന്നു. സോപ്പിൻ്റെ ഒരു മണം, ഏതാ ലെക്സിൻ്റെ ഒക്കെ ഒരു സോപ്പ് തോന്നുന്നു, അങ്ങനത്തെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പം ഇതും സ്മെല്ല് ഒഴിച്ചു കൊടുക്കും. അതേപോലെ തന്നെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് നോക്കുകയാണെങ്കിൽ നല്ല ബോഡി ലോഷനാണ്. ഇപ്പം എല്ലാം നല്ല നിങ്ങൾക്ക് ഏതായാലും സ്മെല്ലൊക്കെ നോക്കിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് ഇത് കൊക്കോ, മറ്റേതും കൊക്കോ ആണ്, പക്ഷെ ഇതും കൊക്കോ ഗ്ലോയ് ആണ്. ഇതും കൊക്കോ ആണെങ്കിലും സ്മെല്ല് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും രണ്ടും നല്ല തന്നെ. ഇതിപ്പോൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സൈഡിലേക്ക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് നല്ല ഉണ്ട്, കൊള്ളാം. നല്ല നല്ല കുളിച്ച് വരുന്നൊരു ഫീലാണ് ഇത് ഉപയോഗിക്കുന്നത് കിട്ടുന്നത്. കാരണം നമുക്ക് ആ ഒരു സ്മെല്ല് അറിയാൻ വേണ്ടി പറ്റുന്നത്. നല്ലൊരു ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടപ്പെട്ടു, എനിക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. ഇൻഗ്രീഡിയൻസ് അക്വ, കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. പാരബൻ ഫ്രീ അല്ല, ഓക്കെ, നോട്ട് ദ പോയിന്റ്. പാരബൻ ഫ്രീ അല്ല ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതിൽ പാരബൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസിൽ. അപ്പോൾ നിങ്ങൾ പാരബൻ ഫ്രീ ആണ് നോക്കണമെങ്കിൽ നമ്മുടെ ഹൈബ്രിഡിൽ അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വിഷ് കെയർ ഇനി വരാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. മിക്കവാറും പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കുറച്ചും കൂടെ നമ്മൾ നാച്ചുറൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റേറ്റ് എന്തായാലും ഓഫ്കോഴ്സ് കൂടുതലായിരിക്കും. ഇതിലും പ്രോപ്പർലി പാരബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാണുന്നുണ്ട്. ബട്ട് എന്താ പറയുക, നമ്മൾ അത്രയും ശ്രദ്ധിച്ച് മേടിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഓപ്ഷൻസ് ഒക്കെ നോക്കാം കേട്ടോ. അല്ലാണ്ട് ഓക്കെയാണ്, നമ്മൾ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ പ്രൊഡക്റ്റിലും ഇതുണ്ട്. ഇപ്പോഴാണ് മിക്കവാറും പാരബൻ ഫ്രീ, സിലിക്കൺ ഫ്രീ എന്നൊക്കെ കൊണ്ട് ഇങ്ങനെ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ചിട്ട് അതൊക്കെയാണ് മേടിക്കാറുള്ളത്. എന്തായാലും ഞാൻ രണ്ടും ഉപയോഗിക്കാറുണ്ട്, എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റംസ്. പിന്നെ അടുത്ത വന്നിട്ട് നമ്മുടെ ഈ ഒരു മൂഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഫസ്റ്റ് ടൈം ഞാൻ മേടിച്ച് വെക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ പിന്നെ എപ്പോഴേക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞേ മൂഡി എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിന്റെ ഡെർമാസൂത്ത് ഡെയിലി മോയ്സ്ചറൈസിങ് ബോഡി ലോഷനാണ്. ഷിയ ബട്ടർ ഒക്കെയാണ് ഇതിൽ വരുന്നത്. 395 രൂപ വരുന്ന ഈ ഒരു ബോഡി ലോഷന് ഇപ്പോഴത്തെ റേറ്റ് 296 രൂപയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞേ ക്രുവാലിറ്റി ഫ്രീ, വേഗൻ ആയിട്ടുള്ളത്, പാരബൻ ഫ്രീ ആണ്. ഇങ്ങനത്തെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ റേറ്റ് എന്തായാലും നമുക്ക് കൂടുതലായിരിക്കും. അപ്പം ഹൈഡ്രേറ്റിംഗ് ആണ്. അതേപോലെ തന്നെ ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഫീലിംഗ് ഹാപ്പി ഡെർമാസോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സൂത്തിങ്, നറിഷിങ് കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പം അതാ ഇതൊക്കെ നമുക്ക് ആദ്യം കാണിച്ചാൽ മാത്രമേ പകലേക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് രാവിലെയും രാത്രിയൊക്കെ ആ ഒരു കുളി കഴിഞ്ഞാൽ വൈകുന്നേരം വെച്ചാൽ അങ്ങനെ കുളിയുണ്ട് അപ്ലൈ ആവുന്നതാണ്. ഇതാണ് നമ്മൾ അടുത്ത ഇതിനും കാര്യം കേട്ടോ. സ്മെല്ലില്ല, ഒരു അങ്ങനെ രസമുള്ള സ്മെല്ലൊന്നല്ല, ഒരു ക്രീമിൻ്റെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാം. പക്ഷെ ഒരു പെർഫ്യൂംഡ് എല്ലാത്തിനും കൂടെ കൺഫ്യൂഷൻ, ആ ഒരു പെർഫ്യൂംഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലല്ല കേട്ടോ. അങ്ങനെ സ്മെല്ലും പ്രത്യേകിച്ച് ഒരു പറയത്തക്ക സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു സ്മെല്ല് ഫീൽ ചെയ്തിരിക്കും, അല്ലാണ്ട് നമുക്കല്ല. അപ്പം നിങ്ങൾ സ്മെല്ല് ഇഷ്ടപ്പെട്ട് മേടിക്കുകയാണെങ്കിൽ സ്മെല്ല് നോക്കി മേടിക്കുന്നവർക്ക് പറ്റില്ല. അല്ലാണ്ട് നമ്മുടെ നല്ല സ്കിന്ന് എന്താ പറയുക, ഈ ഒരു ഡ്രൈനെസ് കുറയണമെന്നൊക്കെയാണ് നല്ലതാണ്. സ്കിന്നൊക്കെ നന്നായിട്ട് വെക്കും. ആ ഒരു ഡ്രൈൻ്റെ എന്താ പറയുക, നമുക്ക് ആ ഒരു അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറിയ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളൂ. ഈ ഷിയ ബട്ടറൊക്കെ ഭയങ്കര നല്ലതാണ് നമുക്ക് സ്കിന്നിനെ ആ ഒരു സൂതം ചെയ്ത് നിർത്താനായിട്ട്, സ്മൂത്ത് ആക്കും സോഫ്റ്റ് ആക്കിയിട്ടൊക്കെ നിർത്താനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഇങ്ങനത്തെ പമ്പ് സൈസിൽ ഇത് കണ്ടോ, ഇതും നമുക്ക് ബോഡി ലോഷൻ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ബോട്ടിലാണ് ഇഷ്ടം. ഇങ്ങനത്തെ പമ്പ് ഇതാകുമ്പോൾ നമ്മൾ തോണ്ടിയെടുക്കണം. അവിടെ ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ ആവുന്ന സമയത്ത് അങ്ങനെയേ ഇരിക്കും. അപ്പം അങ്ങനെ എടുത്തു വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ഇത് നല്ല സ്മെല്ല് നല്ല അടിപൊളിയാണ്. അപ്പം ഇതെനിക്ക് ഇങ്ങനെ തോണ്ടി തേക്കാൻ കുറച്ച് മടിയായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ തീർക്കുവരുന്നത്. നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് ഇതിൻ്റെ സ്മെല്ലല്ല എവിടെയാണ്. ഇത് കുറച്ചും കൂടെ ഒരു തിക്കായിട്ട് കണ്ടോ, ഒരു നമ്മൾ നേരത്തെ കാണിച്ചൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടെ ഇതായിരുന്നു. ഈസി ആവും, പക്ഷെ ആ ഒരു ടെക്സ്ചർ തൊടുമ്പോൾ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിലും നന്നായിട്ടിരിക്കും. ഇതിങ്ങനെ ഒരു തിക്ക് കുറച്ചും കൂടെ നമ്മളിപ്പോൾ കണ്ടതിനൊക്കെ എല്ലാവരും മോയ്സ്ചറൈസറിനെ കാട്ടും കുറച്ചും കൂടെ ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ്. അതുകൊണ്ട് പ്രശ്നമുണ്ട് നല്ല പറയുന്നത്. ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിലും വളരെ നല്ലതായിരിക്കും. ഇതിന് വലിയ റേറ്റ് വരുന്നില്ല, ഒരുപാടുണ്ട്. ഇത് 500 ml ആണ്. ഇത് ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. സ്കിൻ ഫ്രൂട്ട് മോയ്സ്ചറൈസിങ് സ്കിൻ ക്രീമാണ് വിത്ത് ജോജോബ. 445 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഓഫർ നോക്കിയിട്ട് മേടിക്കും കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് വീണ്ടും എന്താ പറയുക, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആയിട്ടുള്ളതും കെമിക്കൽസ് അധികം വരാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഏതാണെന്ന് വെച്ചാൽ
ഇതില് നോക്കട്ടെ കേട്ടോ, നമ്മുടെ ഇത് കെമിസ്റ്റാറ്റ് പ്ലെയിൻ്റെ ആണ്. ഇത് നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് പാരബൻസ് ഒന്നും വരുന്നത്, അതായത് സിന്തറ്റിക് കളേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. അതേപോലെ പാരബൻ ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്, കാൽസ്യം അതുപോലെ തന്നെ സൾഫേറ്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അപ്പൊ കുറച്ചും കൂടെ നാച്ചുറൽ സൈഡിലേക്ക് വരുന്നു. ഇതിന്റെ റേറ്റ് വരുന്നത് 399 ആണ് കേട്ടോ. 399 ആണ് ഈ ഒരു 236 ml ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. ആമസോണിൽ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത് 349 രൂപയാണ്. ഇത് AHA ബോഡി ലോഷൻ ആണ് ഫോർ ഡെയിലി യൂസ്. 5% നാച്ചുറൽ AHA നാസിനമൈഡ് ഷിയ ബട്ടർ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പല ഇഷ്യൂസ് മാറ്റാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ടും നല്ല റേഡിയൻ്റ് ഒക്കെ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സ്കിൻ സോഫ്റ്റ് ആവാനും നല്ല തന്നെയാണ്. ഇതിനും അങ്ങനെ ആ ഒരു വലിയ സ്മെല്ലും കാര്യങ്ങളും ഇല്ല. ഇവരൊക്കെ കാരണം എന്താ അറിയോ, ഇപ്പൊ കുറെ ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഭയങ്കരമായിട്ട് സ്കിന്നിനെ പ്രശ്നമൊന്നും വരുത്താണ്ടെന്നൊക്കെ ആക്കുമ്പം അങ്ങനത്തെ പ്രൊഡക്റ്റിലൊക്കെ നമുക്ക് ഈ ഒരു പറഞ്ഞ സാധനങ്ങൾ പാരബൻസ്, സൾഫേറ്റ്, ഫ്രാഗ്രൻസ് ഫ്രീ ഒക്കെ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം നമ്മൾ ഫ്രാഗ്രൻസ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. ചില സ്കിന്നിനൊക്കെ ഒന്നും വർക്ക് ആവാറില്ല, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും അല്ലാണ്ട് ഭയങ്കര സേഫ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഈ ഒരു കെമിസ്റ്റാറ്റ് പ്ലേ, നമ്മളുടെ ഈ ഒരു മൂടി, അതേപോലെ തന്നെ ഈ ഒരു ഹൈഡ്രില്ല, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിഷ് കെയറിന്റെ ഈ ഒരു സൺസ്ക്രീൻ. ഇത് വളരെ നല്ലതാണ് കേട്ടോ. നല്ല ഒരുപാട് അടിപൊളി റിവ്യൂ ഉണ്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. ഇതും സ്കിന്നിലേക്ക് പറഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ നോൺ ഗ്രീസി ഫോമുല കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ല സൺസ്ക്രീൻ ആണ്, പക്ഷെ നല്ല ബോഡി ലോഷനാണ്. നമുക്ക് എന്താ പറയുക, അഫോർഡബിൾ ആയിട്ട് പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ട് ഒരുപാട് സമയം പ്രൈസ് റേഞ്ചിലൊക്കെ നോക്കുകയാണ്. നല്ല എന്താ പറയുക സ്മെല്ലൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെവർക്ക് പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ബോഡി ലോഷൻസ്. അതേപോലെ നമ്മൾ ഈ കാണിച്ച ഈ ഒരു മൂന്നും നമുക്ക് അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. മിക്കവാറും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇതായിരിക്കുമല്ലേ, നിങ്ങൾക്ക് പരിചയമുള്ളതും ഇത് തന്നെയായിരിക്കും. കാരണം നമ്മൾ പണ്ട് മുതലേ ഷോപ്പിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുക. നമ്മൾ പണ്ട് മുതലേ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാരല്ലേനോ. അപ്പോൾ നമ്മൾ മിക്കവാറും ഇത് എടുത്തെടുത്തെടുത്ത് നമുക്ക് പരിചയമുള്ള ബ്രാൻഡുകളൊക്കെ തന്നെയാണ്. ഇതും ഇപ്പം നമ്മുടെ സ്കിന്നിലേക്ക് ചേർത്ത് നോക്കി വരുന്നവർക്ക് ഇങ്ങനത്തെയാണ്. ഇപ്പം ഈ ഒരു നമ്മൾ കാണിച്ച പ്രൊഡക്റ്റുകളും ഷോപ്പിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല പ്രൊഡക്റ്റ് നമുക്ക് ഷോപ്പിൽ കിട്ടും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് മികച്ചതായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ബോഡി ലോഷൻസ് എന്ന് പറയുന്നത്. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാക്കും കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കണ്ട. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ നേരത്തെ പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.